മലയാള സിനിമയിൽ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സൂപ്പർ താരങ്ങളും പെട്ടുപോകുന്നു എന്നതാണ് വലിയ ദുഃഖകരമായി മാറുന്നതും. അവർക്ക് ഈ വിവാദത്തിൽ യാതൊരു പങ്കുമില്ലെങ്കിലും അവരൊക്കെ പെട്ടുപോകുന്നു എന്നത് നമ്മൾ അടുത്തിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മാ വിഷയമായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിഷയമായാലും എല്ലാം കണക്ക് തന്നെ. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും കൈകടത്തിയില്ലെങ്കിലും പലപ്പോഴും ഇങ്ങനെ വിവാദങ്ങളിൽ പെട്ടുപോകാറുണ്ട്. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ എടുത്താൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെന്റ് വന്നതുകൊണ്ടാണ്. എന്നാൽ മോഹൻലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറുമില്ല, പോയിട്ടുമില്ല. അതുതന്നെയാണ് പ്രേക്ഷകർ പറയുന്നതും. ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോയി അനാവശ്യമായി ചുമ്മാ തലയിട്ട് മാടമ്പിത്തരം കാണിക്കാൻ പോകാറില്ല മോഹൻലാൽ. മോഹൻലാലിൽ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുന്ന പെരുമാറ്റം. അവിടെ അദ്ദേഹം വലിപ്പച്ചെറുപ്പം കാണിക്കാറില്ല. തന്നെ വിശ്വസിച്ചവരോട് പോലും പുള്ളി സരസമായി പെരുമാറുന്നതും ചേർത്ത് പിടിക്കുന്നതും കണ്ടിട്ടുണ്ട്. മോഹൻലാൽ ആയിരിക്കുക എളുപ്പമല്ല. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന മോഹൻലാലിലേക്കും വിവാദങ്ങൾ വരുന്നു എന്നതാണ് സങ്കടകരമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വിവാദം ശ്വേതാ മേനോന്റെ ഇഷ്യൂ തന്നെയായിരുന്നു. ശ്വേതാ മേനോന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തിയത്. ശ്വേതാ മേനോന് പിന്തുണയുമായി നടൻ ദേവനും എത്തിയിരിക്കുകയാണ്. ദേവനും ശ്വേതാ മേനോനുമാണല്ലോ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ശ്വേതാ മേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചാണെന്നും അത് ശ്വേതാ മേനോന്റെ താല്പര്യമനുസരിച്ച് ചെയ്യുന്നതല്ല, മറിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നത് അനുസരിച്ചാണ് ചെയ്തത്. അതിന് സെക്സ് കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡാണ് എന്നാണ് ദേവന്റെ പ്രതികരണം. സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമ ഇറങ്ങിയത്. അമ്മ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണ് ശ്വേതാ മേനോനെതിരെ നീങ്ങുന്നത്. അത് അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ശ്വേതാ മേനോന് ഒപ്പം നിൽക്കും. താൻ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ അംഗങ്ങളെ വിളിച്ചു. ശ്വേതയ്ക്കെതിരായ FIR ബുൾഷിറ്റാണ്, നോൺസെൻസ് ആണ് എന്നാണ് ദേവൻ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ നീക്കങ്ങൾ അമ്മയെ തകർക്കാനാണ്, അത് വിജയിക്കില്ല. മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ തന്നെ സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ്. സ്ത്രീകൾ വരുന്നത് മത്സരിച്ചായിരിക്കണം. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ബാബുരാജ് ആണോ എന്ന് തനിക്കറിയില്ല. ദുരൂഹമായ ഒരു ഗൂഢപദ്ധതി ഇതിന് പിന്നിലുണ്ട്. അമ്മയുടെ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തും എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാന്ദ്ര തോമസ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് സിനിമാ മേഖലയിൽ തന്നെ. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കം നിലനിൽക്കെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് സാന്ദ്ര തോമസ് മമ്മൂട്ടിയെക്കുറിച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ചർച്ചയായിരുന്നു. കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടെന്നും ഇത് തയ്യാറാകാതെ ഇരുന്നതോടെ താനുമായി കമ്മിറ്റ് ചെയ്ത സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറിയെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഈ വെളിപ്പെടുത്തലിന് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് സാന്ദ്രയോട് 7 ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് റിനീഷ് N. അബ്ദുൽ ഖാദർ. മമ്മൂക്ക നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത്? ആ സംഭാഷണത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത നിങ്ങളുടെ നിലവിലെ കേസിനെ കുറിച്ചോ അതോ അസോസിയേഷന്റെ മുൻ കേസുകളെക്കുറിച്ചോ ആയിരുന്നു അദ്ദേഹം പരാമർശിച്ചത്? കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് നിർദ്ദേശങ്ങൾ നൽകി? അങ്ങനെ തുടങ്ങുന്ന പല ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. ആദ്യമായി പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ നിലകൊണ്ടതിനും നിങ്ങളുടെ അവകാശങ്ങൾ ധൈര്യപൂർവ്വം പ്രകടിപ്പിച്ചതിനും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ നിർഭയമായ മനോഭാവത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സഹപ്രവർത്തകർക്കും സിനിമാ വ്യവസായത്തിന്റെ വലിയ നന്മയ്ക്കും വേണ്ടി കൂടിയാണ്. നിങ്ങളുടെ ഈ നിലപാട് നിങ്ങളെ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുള്ളവരാക്കുന്നു. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് ദയവായി അറിയുക. എന്നിരുന്നാലും നിങ്ങളുടെ സമീപകാല അഭിമുഖം കണ്ടതിനു ശേഷം ചില വ്യക്തതകൾ തേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉന്നയിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ പോരാടുന്ന പ്രധാന കാരണത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഈ ഷിഫ്റ്റ് നിങ്ങളുടെ നിലപാടിനും സഹായമായേക്കില്ല. മാത്രമല്ല, നിങ്ങളുടെ നിലവിലെ ഉദ്ദേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അവ്യക്തത ഉണ്ടാകുന്നുണ്ട്. 1. മമ്മൂട്ടി നിങ്ങളെ എപ്പോഴാണ് വിളിച്ചത്? 2. ആ സംഭാഷണത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത നിങ്ങളുടെ നിലവിലെ കേസിനെ കുറിച്ചോ അതോ അസോസിയേഷന്റെ മുൻ കേസുകളെക്കുറിച്ചോ ആയിരുന്നു അദ്ദേഹം പരാമർശിച്ചത്? 3. കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് നിർദ്ദേശങ്ങൾ നൽകി? 4. ഏത് പ്രോജക്റ്റാണ് അദ്ദേഹം നിങ്ങളുമായി ചെയ്യാമെന്ന് സമ്മതിച്ചത്? 5. ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചോ അതോ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് മാറ്റിയോ? 6. പ്രോജക്റ്റുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം എപ്പോഴാണ് അറിയിച്ചത്? കോളിന് മുമ്പോ കോളിനിടയിലോ അതിനുശേഷമോ? ആ പ്രോജക്റ്റിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് എഴുത്തുകാരിൽ നിന്നോ സംവിധായകനിൽ നിന്നോ നിങ്ങൾക്ക് ക്രിയേറ്റീവായോ പ്രൊഫഷണലായോ ആയ എന്തെങ്കിലും ഫീഡ്ബാക്ക് ലഭിച്ചോ? ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയും സുതാര്യതയും ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് നിർമ്മാതാവായ റിനീഷ് N. അബ്ദുൽ ഖാദറിന്റെ ചോദ്യങ്ങൾ.